ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ക്രൈസ്തവ പ്രാതിനിധ്യമില്ലാത്തതിനെതിരെ ദീപിക എഡിറ്റോറിയൽ വിമർശിച്ചിരിക്കുന്നു. ക്രൈസ്തവ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ BJP സർക്കാർ തയ്യാറായില്ല. കോടതി ഇടപെടൽ ഇല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് നീതി അപ്രാപ്യമാക്കുന്ന സ്ഥിതിയാണുള്ളതെന്നും എഡിറ്റോറിയലിൽ കുറ്റപ്പെടുത്തുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. ടോബി, ഗുഡ് മോർണിംഗ്. ദീപിയുടെ എഡിറ്റോറിയൽ എപ്പോഴും ഇതുപോലെ വിവാദ വിഷയമാകാറുണ്ട്. ഈ എഡിറ്റോറിയൽ വിവാദ വിഷയമായോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായിട്ടും സാധാരണ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കാണുന്നതാണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ കൃത്യമായി പല വിഷയങ്ങളിലും ദീപിക എഡിറ്റോറിയൽ ചർച്ച ചെയ്യാറുണ്ട്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഈ വിഷയം കൂടി, അതായത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ഒരു പ്രാതിനിധ്യം ക്രൈസ്തവ വിഭാഗത്തിനില്ല എന്നുള്ള ഒരു വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ജോർജ് കുര്യൻ 2020 മാറിയതിനു ശേഷം മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ആവശ്യം പല കോടതികളിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഡൽഹി കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ ചില പോസ്റ്റുകൾ, അതായത് പാഴ്സി മുസ്ലിം വിഭാഗങ്ങൾക്കുള്ള പോസ്റ്റുകളിൽ ചില നിയമനങ്ങൾ നടത്തിയിരുന്നു. അപ്പോഴും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഒരാളെ അതിലേക്ക് കൊണ്ടുവന്നില്ല. അങ്ങനെ കൊണ്ടുവരണമെന്ന് ഒരു നിയമവുമില്ല. പക്ഷേ ചില പ്രാതിനിധ്യങ്ങൾ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ദേശീയ തലത്തിൽ ക്രൈസ്തവരെ പരിഗണിക്കുന്നുണ്ട് എന്ന് കാണുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രാതിനിധ്യങ്ങൾ നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. BJP നേതൃത്വം ന്യൂനപക്ഷ കമ്മീഷനിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണ് ക്രൈസ്തവർക്ക് പ്രാധാന്യം നൽകുന്നത് എന്നൊരു ചോദ്യം ഉയർന്നേക്കാം എന്നുള്ളത് സ്വാഭാവികമാണെന്ന് എഡിറ്റോറിയൽ പറയുന്നു. പക്ഷേ എല്ലാവരെയും തുല്യരായി കാണുന്നുവെന്ന് BJP നേതാക്കൾക്ക് പറയാനെങ്കിലും അത്തരത്തിലുള്ള ഒരു നിയമനം വേണമെന്നാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസമാണ് FCRA വിഷയം സജീവ ചർച്ചയായത്. അതോടൊപ്പം തന്നെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട നിയമവുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ, അത്തരത്തിലുള്ള വിഷയങ്ങൾ ക്രൈസ്തവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട്. ഈ ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ ഒരു അംഗീകാരം കൂടി ലഭിക്കാത്ത, അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ കമ്മീഷനിൽ ഒരു സ്ഥാനം കൂടി ലഭിക്കാത്തത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ഒരുപക്ഷെ അത്തരമൊരു അംഗീകാരം അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ കമ്മീഷണർ ക്രൈസ്തവരായിട്ടുള്ള അംഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ ക്രൈസ്തവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നൊരു കാര്യം കൂടി ദീപിക പറയുന്നുണ്ട്. എന്തായാലും ഈ FCRA പോലെയുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുന്നതിനിടയിലാണ് ഈ വിഷയം കൂടി വരുന്നത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ വിഷയവും തെരഞ്ഞെടുപ്പിലും ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്നും ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.